ഒരു മുഖ്യ സ്ഥാനം വഹിക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രഞ്ച് മാക്കറോൺസ്. എല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഫ്രഞ്ച് മാക്കറോണിൻ്റേത്. അപ്പോൾ നമുക്ക് ഇന്ന് അത് സിമ്പിളായിട്ടും അതുപോലെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസുമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ ബൗൾ എടുത്ത് വയ്ക്കുക. നമ്മളിവിടെ ആൽമണ്ട് ഫ്ലോർ 55 ഗ്രാംസ്, പിന്നെ അതുപോലെ തന്നെ ഐസിങ് ഷുഗർ 122 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്യണം. അപ്പോൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു സീവർ വെച്ചിട്ട് അതിലോട്ട് ആൽമണ്ട് ഫ്ലോറും അതുപോലെ ഐസിങ് ഷുഗറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചെടുത്ത ആൽമണ്ട് ഫ്ലോർ മിക്സിനെ നമ്മൾ വേറൊരു ബൗളിലോട്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ 2 മുട്ടയുടെ വെള്ള ഓൾമോസ്റ്റ് 65 ഗ്രാംസ് നമ്മളുടെ ബീറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലോട്ട് ക്രീം ഓഫ് ടാർട്ടാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എഗ് വൈറ്റ്സിന് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റിങ്ങിൽ നന്നായിട്ട് ബബിൾസ് വരുന്ന വരെയും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം. ബബിൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ കാസ്റ്റർ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 40 ഗ്രാംസ് കാസ്റ്റർ ഷുഗറാണ്. പതുക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫ്ലഫി ആയി വരുന്ന വരെയും നമ്മൾ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്ത എഗ് വൈറ്റ്സ് നമ്മളൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജെൽ ബേസ്ഡ് കളറ് ഒരു 2 to 3 ഡ്രോപ്സ് എഗ് വൈറ്റ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആൽമണ്ട് ഫ്ലോർ മിക്സ് 3 ഇൻ്റർവലായിട്ട് എഗ് വൈറ്റ്സിലോട്ട് ഇട്ട് സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. 3 ഇൻ്റർവലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പാച്ചുല വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി റണ്ണിങ് കൺസിസ്റ്റൻസിയിലായിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ കൺസിസ്റ്റൻസി കറക്റ്റായി വന്നേക്കാണ്. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു നോസിലാണ്. ഞാൻ പ്ലെയിൻ റൗണ്ട് നോസിലാണ് യൂസ് ചെയ്യണത്. പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലാസ് വേണം, അതുപോലെ തന്നെ ഒരു സിസറും നമുക്ക് വേണം. നോസിൽ പൈപ്പിംഗ് ബാഗിലിട്ടിട്ട് അതിൻ്റെ എഡ്ജ് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഗ്ലാസ്സിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം കൈ വെച്ച് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതിലോട്ട് നമ്മളുടെ മാക്കറോൺ ബാറ്റർ സ്പാച്ചുല വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോണത് ഒരു റെക്റ്റാങ്കിൾ ട്രേ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു മാക്കറോൺ ഷീറ്റ് വേണം. അത് സിലിക്കണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ട്രേയുടെ മുകളിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. മാക്കറോൺ ഷീറ്റിലോട്ട് നമ്മളുടെ മാക്കറോൺ ബാറ്റർ പൈപ്പ് ചെയ്ത് കൊടുക്കാം. പൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഒരു 30 മിനിറ്റ്സ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കാം. 30 മിനിറ്റ്സിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുക. അപ്പോൾ കൈമേൽ സ്റ്റിക്ക് ആവണില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിങ്ങിന് മാക്കറോൺസ് റെഡി ആയിട്ടുണ്ടെന്നാണ് മീനിങ്.
ബേക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമ്മളുടെ മാക്രോൺസ് ഒന്ന് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അൺമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ജസ്റ്റ് സിലിക്കൺ മാറ്റ് താഴ്ത്തുനിന്ന് മേലോട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം മാക്രോൺസ് അൺമോൾഡ് ചെയ്യാനായിട്ട്. മാക്കറോൺസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാധാരണ ഒരു നോർമൽ വാനില ബട്ടർ ക്രീമും അതുപോലെ തന്നെ ഫില്ലിങ് സെൻറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രോബെറി ജാമുമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോണത്. മാക്കറോണിൻ്റെ ഒരു ഷെല്ലെടുത്തിട്ട് നമ്മളതിൻ്റെ ബോർഡറായിട്ട് ബട്ടർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ സ്ട്രോബെറി ജാം വെച്ചിട്ട് ഫില്ല് ചെയ്യുക. വേറെ ഒരു സെയിം സൈസിലുള്ള മാക്കറോൺ ഷെല്ലെടുത്തിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത്രയും സിമ്പിളാണ് നമ്മുടെ ഫ്രഞ്ച് മാക്കറോൺസ് ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് വന്നാലും ഞങ്ങളോട് ചോദിക്കാൻ മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരുപാട് നല്ല നല്ല റെസിപ്പീസും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള റെസിപ്പീസൊക്കെ ഞങ്ങളോട് ചോദിക്കുക. ഞങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളത് സോൾവ് ചെയ്ത് നിങ്ങളുടെ മുന്നിലോട്ട് വീഡിയോ ആയിട്ട് വരാനായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. Until then, take care. Bye bye.